ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് സ്വാഗതം. 14 മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിഫ്റ്റി അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,277 പാസ് ചെയ്തുകൊണ്ട് 26,310 ഇന്ന് നിഫ്റ്റി ഇൻട്രാഡേയിൽ ടച്ച് ചെയ്യുകയുണ്ടായി. എന്നാൽ 26,200 26,300 ഇടയിലുള്ള ശക്തമായ റെസിസ്റ്റൻസ് സോൺ, അവിടെ നിഫ്റ്റി ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതായിട്ട് കാണാം. അപ്പോൾ ഒടുവിൽ ക്ലോസ് ചെയ്തത് 26,215 അപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് മൊത്തത്തിൽ നിഫ്റ്റിയിൽ ഫൈനലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4 കോൺസിക്യൂട്ടീവ് ട്രേഡിംഗ് ഡേയിൽ ഡൗ ജോൺസും S&P 500ഉം നാസ്ഡാക്കും ഒക്കെ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ അതുണ്ടാക്കിയ നഷ്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ കരകയറി വരുന്ന US മാർക്കറ്റിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ ചലനങ്ങൾ ഇന്നലെ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ഹോളിഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റിൽ ഗ്ലോബൽ ക്യൂസ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായ ഒരു മൂവ്, അതിൽ ബ്രോഡ് മാർക്കറ്റുകളും അക്രോസ് എല്ലാ സെക്ടറുകളും പങ്കെടുത്ത ഒരു മാർക്കറ്റ് വൈഡ് റാലി ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി മിക്സഡ് ആയിട്ടാണ്. കാരണം NSEയിൽ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 1457, ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 1632. BSEയിലാണെങ്കിലും 1992 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 2153 സ്റ്റോക്കുകൾ ഡിക്ലൈനാണ്. അപ്പോൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. അതുപോലെ ബ്രോഡ് മാർക്കറ്റിൽ നിഫ്റ്റി 50 ഫ്ലാറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെക്സ്റ്റ് 50 ഫ്ലാറ്റ് നെഗറ്റീവാണ്. മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതൊരു ന്യൂട്രൽ ലെവലാണ് അതിൻ്റെ ക്ലോസിങ്. സ്മോൾ ക്യാപ്പ് 250 മൈക്രോ ക്യാപ്പ് 250 നല്ല തോതിൽ നെഗറ്റീവായിട്ട് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടതായിട്ട് കാണാം. സെക്ടറുകളിലും കാര്യമായ എടുത്തു പറയത്തക്ക മൂവ് ഇന്ന് ഉണ്ടായിട്ടില്ല. 1% കൂടുതൽ പോസിറ്റീവ് സൈഡിലേക്കോ നെഗറ്റീവ് സൈഡിലേക്കോ ഒരു സെക്ടർ മൂവ് ചെയ്തതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെയും പല സെക്ടറുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. നമുക്കറിയാം ഇന്നലെ FIAസിൻ്റെയും DIAസിൻ്റെയും ബൈങ് അത് ഏകദേശം 11,026 കോടിയുടെ അടുത്ത് വന്നിരുന്നു. അതായത് DIAs 6,248 കോടിയും FIAs 4,778 കോടിയും രണ്ടും ചേർന്നിട്ടാണ് ഈ രീതിയിലുള്ള മാസീവായിട്ടുള്ള ഒരു ബൈങ് ഇന്നലെ നടന്നത്. അപ്പോൾ ഇത് അപൂർവമായിട്ട് മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. പലപ്പോഴും FIAs സെല് ചെയ്യുമ്പോൾ DIAs ബൈങ്ങും DIAs സെല് ചെയ്യുമ്പോൾ FIAs ബൈങ് എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇന്നലെ FII DIA ആക്ടിവിറ്റിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ FII DIA ഡാറ്റ നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് വിലയിരുത്തി നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും കോഷ്യസ് തന്നെയാണ്. നാളെ ഇന്ത്യയുടെ GDP ഡാറ്റ വരാൻ പോവുകയാണ്. അതേപോലെ US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകളും ഈ മാസം അവസാനം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ RBIയുടെ പോളിസി മീറ്റിങ്ങും ഈ മാസം അവസാനം വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ റോളായിരിക്കും ഇന്ത്യ നിയർ ടേമിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന വിധത്തിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏത് ദിശയിലേക്കാണ് മാർക്കറ്റിന് കൊണ്ടുപോകുക എന്നതിനെക്കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കാണുന്നത് 26,300നും 26,330നും ഇടയിലാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 26,330 ലെവലിന് മുകളിലുള്ള ഒരു മൂവ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് 26,500 ലെവലിലേക്ക് ഷോർട്ട് ടേമിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിഫ്റ്റിയിലുള്ളത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ സപ്പോർട്ട് ലെവൽ കുറച്ചുകൂടി ഉയർന്നിട്ട് 26,90 അതുപോലെ 26,60 എന്നീ ലെവലുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ 26,000 മുകളിൽ വരാൻ പോകുന്ന ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം ഈ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും പഴയ കൺസോളിഡേഷൻ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. നമ്മൾ കോൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 26,500 എന്നതാണ് ഹയസ്റ്റ് കോൾ സൈഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിലും ഹയസ്റ്റ് പ്രീമിയം നമ്മൾ കാണുന്നത് 26,300 എന്ന ലെവലാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 26,000 ആണ് ഹയസ്റ്റ് പുട്ട് സൈഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിലും അതിൻ്റെ ഹയസ്റ്റ് പ്രീമിയം നിൽക്കുന്നത് 26,100 എന്ന ലെവലിലാണ്. അപ്പോൾ മാർക്കറ്റ് 26,000നും 26,500നും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിൽ JP മോർഗൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചായിട്ട് കാണാം. അപ്പോൾ അതിൽ JP മോർഗൻ പറയുന്നത് 2026 കലണ്ടർ ഇയർ അവസാനിക്കുമ്പോഴേക്കും നിഫ്റ്റി 30,000 ടച്ച് ചെയ്യുമെന്നാണ് പ്രവചിക്കുന്നത്.
അപ്പോൾ ഇത് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഏകദേശം 15% ഒരു അപ്സൈഡ് മൂവ് ആയിരിക്കും നിഫ്റ്റിയിൽ ഉണ്ടാവുക എന്നാണ് JP മോർഗൻ പങ്കുവെക്കുന്നത്. എന്നാൽ റോയിറ്റേഴ്സിന്റെ ഒരു എക്കണോമിസ്റ്റുകളുടെ ഒരു പോളിൽ അതിൽ പറയുന്നത് നിഫ്റ്റി 28,500 എന്ന ലെവലായിരിക്കും 2026 ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ JP മോർഗന്റെ പ്രവചനവും റോയിറ്റേഴ്സിന്റെ പോൾ റിപ്പോർട്ടും തമ്മിൽ ഈ ഒരു അന്തരം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 1150 പോയിന്റിന്റെ ഒരു അന്തരമാണ് അവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ വർഷം നിഫ്റ്റി ഏകദേശം 11% ഒരു ഗെയിൻ നേടിയിട്ടുണ്ടെങ്കിലും അത് ഏഷ്യൻ പിയേഴ്സിനെയും അതുപോലെ എമർജിംഗ് മാർക്കറ്റിലുള്ള പ്ലെയേഴ്സിനും ഒക്കെ അതിന്റെ പിന്നിലായിട്ടാണ്, അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ Q1 ക്വാർട്ടറിലൊക്കെ ഉണ്ടായിട്ടുള്ള വീക്കായ ഏർണിങ്സും അതുപോലെ ഫോറിൻ ഔട്ട്ഫ്ലോയുമാണ് ഈ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള ഒരു കാരണം. എങ്കിലും ഇപ്പോൾ JP മോർഗന്റെ അഭിപ്രായത്തിൽ വാല്യുവേഷൻ ഇപ്പോഴും പ്രീമിയം ലെവലിൽ തന്നെയാണ് ഉള്ളതെങ്കിലും 14 മാസത്തെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ അത് ലോങ് ടേം ആവറേജിനേക്കാൾ താഴെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് JP മോർഗൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യ-US ട്രേഡ് ഡീല് ഒരു യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നിയർ ടേമിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റീറേറ്റിംഗ് സംഭവിക്കുകയും ചെയ്യുമെന്നാണ് JP മോർഗന്റെ പ്രവചനം. അപ്പോൾ അത്തരത്തിലുള്ള ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻഫ്ലോ തിരിച്ചു വരുമെന്നും അതുപോലെ തന്നെ പല എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല മൂവ് ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ കണ്ടെത്തൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് ബ്രോക്കറേജുകൾ, മെറ്റീരിയൽസ്, ഫൈനാൻഷ്യൽസ്, കൺസ്യൂമർ സെക്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, റിയൽ എസ്റ്റേറ്റ്, ഡിഫൻസ്, പവർ, ഈ സെഗ്മെന്റിലൊക്കെയാണ് ഓവർ വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ അവർ അണ്ടർ വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് IT-യിലും ഫാർമയിലുമാണ്. കാരണം ഇത് രണ്ടും എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടർ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ അതിനെ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഫോറിൻ റിസർച്ച് ഫേമുകളൊക്കെ വളരെ പോസിറ്റീവായ റിപ്പോർട്ടുകളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു അപ്രോച്ച് തന്നെ എടുക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഒരു പ്രധാന വാർത്ത നമുക്ക് കാണാൻ കഴിയും. അവർ ഏകദേശം $11 ബില്യൺ ഒരു ജോയിന്റ് വെഞ്ചർ AI ഡാറ്റ കപ്പാസിറ്റി ആന്ധ്രാപ്രദേശിൽ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ കണക്ഷൻ എന്ന പേരുള്ള ഈ ഒരു ജോയിന്റ് വെഞ്ചറിൽ കനേഡിയൻ മൾട്ടിനാഷണൽ ഇൻഡസ്ട്രീസ് കമ്പനി ആയിട്ടുള്ള ബ്രൂക്ക് ഫീൽഡും അതുപോലെ തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ റിയാലിറ്റിയും ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ്. അപ്പോൾ 1 ഗിഗാവാട്ടിന്റെ ഒരു ഡാറ്റാ സെന്ററാണ് 2030 കംപ്ലീഷൻ ആവുന്ന രീതിയിൽ ഈ MOU ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിശാഖപട്ടണത്തുള്ള ഏകദേശം 400 ഏക്കർ ലാൻഡിലാണ് ഈ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡാറ്റാ സെന്റർ മേഖലയിൽ ഗൂഗിൾ ഓൾറെഡി ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നു. അത് 15 ബില്യന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബാണ്. അതും ഇതേപോലെ തന്നെ വിശാഖപട്ടണത്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡാറ്റാ സെന്റർ മേഖലയിൽ ഇത്തരത്തിലുള്ള ബിഗ് പ്ലെയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഇന്ത്യൻ കമ്പനികളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി Paytm റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കാണുന്നത്, നമുക്കറിയാം Paytm പല വിധത്തിലുള്ള റെഗുലേറ്ററി സമ്മർദ്ദത്തിലും വഴങ്ങിക്കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് റിസർവ് ബാങ്ക് Paytmന് ഒരു ഫൈനൽ അപ്രൂവൽ, പേയ്മെന്റ് അഗ്രഗേറ്റർ എന്ന നിലയിലുള്ള അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2022 നവംബറിൽ റിസർവ് ബാങ്ക് ഇത് ഫ്രീസ് ചെയ്തതായിരുന്നു. അതാണിപ്പോൾ വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ Paytm അതിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് നമുക്ക് കാര്യമായിട്ട് ലൈംലൈറ്റ് കാണുന്നത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. അവർ 340 കോടി ചെലവിട്ടുകൊണ്ട് UAE ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി, ഇപ്പോൾ ബർജർ പെയിന്റ്സ് എമിറേറ്റ് ലിമിറ്റഡ് കമ്പനി UAE, അത് ഏഷ്യൻ പെയിന്റിന്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ അവരാണ് UAE രണ്ടാമത്തെ ഏഷ്യൻ പെയിന്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ 100,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ഈ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി UAE ഖലീഫ എക്കണോമിക് സോൺ അബുദാബിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ലൈംലൈറ്റിൽ കാണുന്നത് പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ്. 14% ഒരു മൂവ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിക്ക് 798 കോടിയുടെ കൽക്കരി എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലാണ് ഈ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ഫയലിംഗിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് വിൻ ചെയ്തതിലൂടെ 9 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണിത്. അപ്പോൾ അവിടെ ഓവർ ബേർഡനായിട്ട് കിടക്കുന്ന കോൾ റിമൂവൽ, അതിൻ്റെ റീഹാൻഡ്ലിംഗ്, കോൾ കട്ടിംഗ്, അതുപോലെ സർഫസ് മെയിനേഴ്സ്, ലോഡിങ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോള്, ഹയറിങ്, സപ്ലൈ, അതുപോലെ എക്യുപ്മെൻറ്റ്, മാൻ പവർ തുടങ്ങിയ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് മേഖലയിലുള്ള ഒരു വലിയൊരു കോൺട്രാക്റ്റാണിത്. നമുക്കറിയാം പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 76 വർഷം പഴക്കമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഹൈഡ്രോ പവറിലും ഇറിഗേഷൻ പ്രൊജക്റ്റുകളിലും പ്രസൻസ് ഉള്ള ഈ കമ്പനി 55ഓളം ഡാമുകളും 40ഓളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളും
300 കിലോമീറ്റർ ടണലിങ്ങും ഇന്ത്യയിലും ഓവർസീസുമായിട്ടൊക്കെ ചെയ്ത ഒരു കമ്പനിയാണ്. പക്ഷേ ഈ സ്റ്റോക്കിന്റെ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ പരിശോധിച്ചാൽ വളരെയധികം റെഡ് ഫ്ലാഗുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തത് 88% പ്രൊമോട്ടർ ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കമ്പനിയിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. ഇപ്പോൾ അത് 30% ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ പബ്ലിക് ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിൽ കൂടുതലുള്ളത്. 52% കൂടുതൽ പബ്ലിക് ഹോൾഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ഈ സ്റ്റോക്കിലുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ പ്രൈസ് വളരെ ലോവർ ലെവലായതുകൊണ്ട് തന്നെ മാനിപ്പുലേഷനും ഓപ്പറേറ്റർ ഗെയിമിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിലവിൽ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ ഈ സ്റ്റോക്ക് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായ സെല്ലിങ്ങും പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.